എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ക്രിസ്മസിന് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു കേക്കിൽ പഞ്ചസാര കാരമലൈസ് ചെയ്തും കരിച്ചും ഒന്നും ചേർക്കാതെയുള്ള ട്രഡീഷണൽ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ പഞ്ചസാര എടുത്താലും മതി. അടുത്തത് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് കുരുവില്ലാത്ത കറുത്ത മുന്തിരിങ്ങ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം 1/4 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇത് ക്രാൻബെറി, ഡ്രൈഡ് പ്ലം, ഈന്തപ്പഴം, ചെറി, ഇത് ഓറഞ്ച് വിളയിച്ചത്. ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ച് വിളയിച്ചതിന് പകരമായിട്ട് ഒന്നെങ്കിൽ ഓറഞ്ച് മർമലേഡ് എന്ന ജാം ചേർക്കാം, അല്ലെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ്, അതുമല്ലെങ്കിൽ ഒരു ഫ്രഷ് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ചേർത്താലും മതി. കാരണം പ്ലം കേക്കിൽ ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ മസ്റ്റാണ്. എങ്കിൽ മാത്രമേ യഥാർത്ഥ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അടുത്തത് 1/2 കപ്പ് റമ്മാണ് ഒഴിച്ചു കൊടുക്കുന്നത്. റമ്മിന് പകരമായിട്ട് ഒന്നെങ്കിൽ വൈൻ ഒഴിച്ചു കൊടുക്കാം. ഇനി റമ്മും വൈനും ഒന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് മൊത്തത്തിൽ 2 കപ്പ് നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് 1 കപ്പ് വെള്ളം ഒഴിച്ചത്. നിങ്ങൾ എടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നേർപകുതി അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് കേക്കിൽ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചിട്ടതിന് ശേഷം അതിൻ്റെ നേർപകുതി വെള്ളം ചേർത്താൽ മതി. അതുപോലെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന നോർമൽ പ്ലം കേക്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അതിൽ കറുത്ത ഉണക്കമുന്തിരിയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് കറുത്ത ഉണക്കമുന്തിരി മാത്രം വെച്ചും പ്ലം കേക്ക് തയ്യാറാക്കാം. കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്കിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി നമുക്ക് തീ ഓണാക്കിയതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കണം. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/8 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചുക്കുപൊടി. ഇതുപോലെ ഓരോന്നും പൊടിയായിട്ടില്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2-3 ഗ്രാമ്പൂ, 2-3 ഏലക്ക, ഒരു ജാതിക്കയുടെ 1/4 ഭാഗം, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഉണക്ക ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. പൊടിക്കുന്ന കൂടത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇതുപോലെ 1 തവണ കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മുട്ട ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാവൂ. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മൈദ മിക്സ് കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ പ്ലം കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകരുത്, അതുപോലെ ഒരുപാട് കട്ടിയും ആകരുത്. അതായത് നമ്മൾ എടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവ് കൂടിയാൽ ബാറ്റർ കുറച്ചുകൂടി തിക്കാകും. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവ് കുറഞ്ഞാൽ ബാറ്റർ ലൂസായി പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബാറ്റർ ഒരുപാട് ലൂസാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി ചേർത്ത് മിക്സ് ആക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കേക്കിൻ്റെ അടിയിൽ പോയി അടിഞ്ഞു കിടക്കും. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലായിടത്തും ഈവനായിട്ട് കാണുകയില്ല. അതുപോലെ ബാറ്റർ കുറച്ച് കട്ടിയാണെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസോ അല്ലെങ്കിൽ റമ്മോ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതുപോലെ നമ്മൾ റമ്മ് ചേർത്തു എന്ന് വിചാരിച്ച് ബേക്കായിട്ട് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ അത് കുടിക്കുമ്പോഴുള്ള എഫക്റ്റോ ഒന്നും കേക്കിലുണ്ടാവില്ല.
ഇതിലെ ആൽക്കഹോൾ കണ്ടൻറ്റ് എല്ലാം ബേക്കായിട്ട് വരുമ്പോൾ ബാഷ്പീകരിച്ച് പോകുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നട്ട്സ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സും ബദാമുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്ററിന് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മുടെ കേക്ക് കുറച്ചുകൂടി നല്ല മോയ്സ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായി. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനു മുമ്പ് ബേക്കിംഗ് ട്രേയിൽ ബട്ടർ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിനിടയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എയർ ബൗൾസ് പോകാനായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മീതെ വേണമെങ്കിൽ നട്ട്സും റൈസൻസും ഒക്കെ വെച്ച് ഗാർണിഷിങ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. പ്രീഹീറ്റ് ചെയ്ത് കിടക്കുന്ന ഓവനിലേക്ക് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുത്തതിന് ശേഷം 160 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ ബേക്ക് ചെയ്തതിന് ശേഷം 140 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ് കൂടി ബേക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 1 മണിക്കൂർ കഴിയുമ്പോൾ തുറന്ന് ഒരു സ്ക്യൂർ വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം സ്ക്യൂറിൽ ഒട്ടിപ്പിടിക്കുന്നുവെങ്കിൽ കുറച്ചുകൂടി സമയം വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്യുക. അതുപോലെ ഈ സമയത്ത് കേക്കിൻ്റെ മുകൾ ഭാഗം അധികം ഡാർക്ക് ബ്രൗൺ കളർ ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നതിന് ശേഷം ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ഡേയിലാണ് ഈ കേക്ക് മുറിക്കുന്നത്. മിനിമം ഒരു 3 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരുന്ന ഒരു കേക്കാണിത്. ഞാൻ ഈ കേക്കിൻ്റെ മുകളിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ റമ്മ് കേക്കിൻ്റെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ആഴ്ചയിൽ 1 വീതം ഇതുപോലെ റമ്മ് അല്ലെങ്കിൽ വൈൻ ഒഴിച്ച് ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിത് റമ്മിൽ തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് റമ്മ് ഒരു പ്രിസർവേറ്റീവായിട്ട് പ്രവർത്തിക്കും. ഈ സമയത്ത് ആൽക്കഹോൾ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു ജാം സ്പ്രെഡ് ചെയ്താലും മതി. അതിനുശേഷം ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഞാനിത് നെക്സ്റ്റ് ഡേയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പ്ലം കേക്ക് പോലെ നല്ല പൊടിഞ്ഞ് ഇരിക്കുന്ന കേക്കാണ്. നമ്മൾ ചേർത്ത ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കേക്കിൻ്റെ എല്ലായിടത്തും ഈവനായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ നമ്മൾ ബട്ടറിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് കിടിലൻ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല മോയ്സ്റ്റായിട്ടുള്ള കേക്ക് കൂടിയാണ്. എല്ലാവരും ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.